എല്ലാവരും ഓണത്തിനുള്ള ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ? ഇഞ്ചി, നാരങ്ങ, മാങ്ങ. ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കി കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണത് ഇഞ്ചി കേട്ടോ. ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളിയിഞ്ചി, ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കിയത്. അപ്പോൾ ഉപ്പേരി വറുത്ത വെളിച്ചെണ്ണ ഒത്തിരി ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് കടുക് നല്ലോണം ഇട്ടിട്ടുണ്ട്. പിന്നെ കൊല്ലമുളകുണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം ആണ് നമ്മൾ ഈ ഇഞ്ചി ഇടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടിത് വറുത്തെടുക്കണം. ഒത്തിരി നേരം കൊണ്ട് ഇത് വറുത്ത് കിട്ടണം കേട്ടോ. നന്നായിട്ട് വറുത്ത് എടുക്കാം. ഒരു പകുതി വറുത്ത് ആകുമ്പോഴത്തേക്കും പച്ചമുളക്, ഒരു 10 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലപോലെ വറുത്ത് എടുക്കണം. ശരിക്കും വറുത്തെടുക്കണം അതാണ് എൻ്റെ ആ ഒരു സ്റ്റൈല്. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി വറുത്ത് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഉണ്ടല്ലോ, അതും ഇട്ടിട്ട്, പിന്നെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കാശ്മീരി ഇടാം കേട്ടോ. പിന്നെ ഞാൻ ഇത്തിരി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു കൊഴുപ്പ് കിട്ടാനായിട്ടാണ്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെയാണ് കായം, ഒരു വലിയ സ്പൂൺ കായം കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് ചൂടായതിന് ശേഷം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുളി ചെറു ചൂടുവെള്ളത്തിലിട്ടിട്ട് നല്ലോണം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സത്ത് മുഴുവനും കിട്ടും. അപ്പോൾ പുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ച് ഇളക്കി അതിന് ശേഷം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി നമുക്ക് ഒഴിക്കാം. ഇതൊന്ന് ഒഴിച്ച് തിളച്ചതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഉപ്പ് ഇടാൻ മറക്കല്ല കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളച്ചതിന് ശേഷം ഈ ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കാം. കാണുമ്പോൾ ഇത്തിരി നല്ല ലൂസായിട്ടിരിക്കും, പക്ഷേ ഇത് കുറുകി വരുമ്പോഴത്തേക്കും നല്ല കട്ടിയായിട്ട് വരും കേട്ടോ ശർക്കരപ്പാനി. ഈ ശർക്കര ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ പുളിയിഞ്ചിക്ക്, അടിപൊളി. സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പിക്കിളാണല്ലോ പുളിയിഞ്ചി. നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പും ഒക്കെ പാകമാണെന്ന് നോക്കിയിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ടോ. ശരിക്കും ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ അതിൻ്റെ ആ ഒരു രുചി കിട്ടുള്ളൂ. പെട്ടെന്ന് മൂത്തും കിട്ടും. ഇഞ്ചി നല്ലോണം വറുത്തെടുക്കണമല്ലോ. ചിലർ ആ ഇഞ്ചി വറുത്തിട്ട് പൊടിച്ചൊക്കെ എടുക്കും, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഒന്ന് ആറിയതിന് ശേഷം അപ്പോൾ കുറച്ചും കൂടി കണ്ടോ കട്ടിയായിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കെടുത്ത് വയ്ക്കാം. എന്നിട്ടിത് എയർ ടൈറ്റുള്ള കുപ്പി ഉണ്ടല്ലോ, കുപ്പിയുടെ പാത്രത്തിൽ ഒഴിക്കി വെച്ചതിന് ബെസ്റ്റായിരിക്കും. ഓക്കെ, താങ്ക് യു.